ലൈഫിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ആ കർത്താവിന്റെ മഹത്വം, അവന്റെ ഗ്ലോറി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് കാണും. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പറ്റിയെന്ന് വരികയില്ല, പക്ഷെ എങ്കിലും നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എല്ലാ കാലത്തും നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ രോഗത്തിലും നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ സന്തോഷത്തിലും ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നവരാണെങ്കിൽ അവന്റെ മഹത്വം നമ്മൾ കാണും. ആ മിറക്കിൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി ക്ഷേമത്തോടെ നമ്മളെ കാത്തു പരിപാലിച്ച് നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും ഇരിക്കല്ല. നമ്മുടെ ഹൃദയത്തിൽ ബൈബിളിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ കവിഞ്ഞു വരുന്നതാവും നമ്മുടെ വായിന്ന് പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ സ്തുതി സ്തോത്രം നിറഞ്ഞു വരുന്നത് നമ്മുടെ വാകളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി പറയുന്നു, നിന്റെ വായ വിസ്താരത്തെ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വായ വിസ്താരത്തെ തുറക്കാമെങ്കിൽ അതിനെ നിറയ്ക്കുവാനായിട്ട് ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്, നമ്മൾ വരുന്നതിന് മുമ്പേ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഓൾറെഡി ഉണ്ട്. സ്തോത്രം. അത് അനുഭവിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ സ്തുതികൾക്കും യോഗ്യൻ യേശു മാത്രം. നമുക്ക് നമ്മുടെ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ചിന്തകൾ മറ്റെങ്ങോട്ടും പോകാതെ ദൈവത്തിൽ അർപ്പിച്ച്, പരിശുദ്ധാത്മാവേ ഇന്ന് പകൽക്കാലം നീ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ, നീ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ, നീ കർത്താവേ എന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് കർത്താവിന്റെ ഒരു പ്ലാനും പദ്ധതിയുമാണ്. കർത്താവേ ഈ ദിവസങ്ങളിൽ God, what can I do for you? നമ്മളത് ചോദിക്കണം. കർത്താവേ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യുന്നത്? God, I am available for you. ഞാൻ നിനക്ക് വേണ്ടി അവൈലബിൾ ആണ്. What can I do for you? നീ എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അവന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എല്ലാ ഹൃദയങ്ങളും ഹല്ലേലൂയ ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ, ഇന്നത്തെ വചനവും എല്ലാം ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയിരിക്കും തക്കോണം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാന് നമ്മുടെ കാതുകളെ അവന്റെ ശബ്ദം കേൾക്കുവാൻ Because